പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് DIYയോ ഇൻഫോർമേഷൻ പാസിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് ജസ്റ്റ് നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോവുകയാണ്. നീലാകാശം പീലി വിരിക്കും നീ എന്താ ബൈക്ക് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ സാധാരണ സ്മോൾ യൂട്യൂബേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അതായത് കണ്ടൻറ് ക്ഷാമം. കണ്ടൻറ് ക്ഷാമത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വ്ളോഗ്സ് ഒന്നും ഇല്ലാത്തത്. പിന്നെ ഒരൈറ്റം എൻ്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത് ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത്? പിന്നെ ഞാനിങ്ങനെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ പ്രയോഗിക്കാമെന്നും പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ്. അതും ഒരു DIY തന്നെയാണ്. അപ്പോൾ കണ്ടൻറ് ക്ഷാമമാണ് റിയാലിറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങൾ ബൈക്കിലുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. അതിനിപ്പം നിർത്തിയിട്ട് കാണിക്കാൻ നിൽക്കണം ആവശ്യമില്ലല്ലോ. ഒരെണ്ണമാണ് ഈ കാണുന്ന ഐറ്റം. ഈ ഗ്രിപ്സ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും അത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. നമ്മളുടെ പ്രോടേപ്പറിൻ്റെ ഹാൻഡിൽ ഗ്രിപ്സ് ഞാൻ അങ്ങോട്ട് മാറ്റിയായിരുന്നു. അത് മാറ്റിയിട്ട് ജിവിൻ്റെ നോർമൽ ഗ്രിപ്സ്, അതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് ജിവിൻ്റെ ഹാൻഡ് ഗ്രിപ്സ്. അതിൻ്റെ പൊക്കത്ത് നമ്മൾ റൂട്ട് 95ൻ്റെ എയർ കംഫേർട്ട് എന്ന് പറഞ്ഞ ഗ്രിപ്സ് ലോഡ് ചെയ്തിട്ടേക്കുന്നത്. ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻഡിലിൻ്റെ വീതി വലിപ്പം ഇത്തിരി അങ്ങോട്ട് കൂടും. വലിപ്പം കൂടി കഴിയുമ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു എഫേർട്ട് കുറയും. കുറച്ച് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് വണ്ടി ഫുള്ളാവും. അധികം അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ വണ്ടി അങ്ങോട്ട് പോകും. അതായത് നേരത്തെ നമ്മൾ ഇത്രയും ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത്രയും ട്വിസ്റ്റ് ചെയ്താണ്. പിന്നെ നല്ല കംഫർട്ടും ഉണ്ട് കേട്ടോ. ഗ്ലൗസ് ഇട്ട് ഓടിക്കുമ്പോൾ വലിയ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. ഓൾറെഡി ഗ്ലൗസ് കുഷൻഡാണല്ലോ. കുഷൻഡ് ഇൻ ദ സെൻസ് ഓൾറെഡി നമ്മൾ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന വൈബ്രേഷൻസൊക്കെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് ഗ്ലൗസ് ഇടുമ്പോൾ. അപ്പോൾ ഇതും കൂടിയും പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏറെക്കുറെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് വൈബ്രേഷൻസൊക്കെ നെഗേറ്റ് ചെയ്ത് പോകും. സമയം ഇപ്പോൾ 5:21 ആയിട്ടും AM അല്ല PM ആണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇരുട്ടാവും. ഞാനിപ്പോൾ തിരിച്ചു വന്ന വഴിക്കൊരു വ്ളോഗ് ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വ്യക്തമുണ്ടാവില്ല. സോ ഇതൊരു ചെറിയൊരു മോട്ടോ വ്ളോഗായിട്ട് എടുത്താൽ മതി, ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് പർപ്പസ്. ഞാൻ ഈ മൈക്ക് സെറ്റപ്പ് ഇപ്പോഴും ഒന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്വീറ്റ് സ്പോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ യൂസ് ചെയ്യുന്ന ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 ആണ്. ഇത് കുറേ ജുഗാഡൊക്കെ ചെയ്താണ് DJIൻ്റെ ക്യാമറയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള നോയിസ് ക്യാൻസലേഷൻ അങ്ങോട്ട് ഞാൻ ഓഫാക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പല വീഡിയോസിലും സൗണ്ട് കുറവാണെന്നുള്ളത് ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതിനെന്ത് ഫോൺ വഴി ചെയ്യുമെന്നുള്ളത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ റിസർച്ചൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് നോയിസ് ക്യാൻസലേഷൻ ഓഫാക്കിയിട്ടൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാൻ ഗൂഗിളും വെച്ച് പറഞ്ഞു.
ഇനി അതും കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടി 25,700 കിലോമീറ്റർ കഴിഞ്ഞട്ടോ. ഞാൻ 25,000 ഒരു ലോങ് ടേം വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു. ബട്ട് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോങ് ടേം റിവ്യൂ എന്ന് പറയുമ്പോൾ അതും ശരിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഒരു ലോങ് ടേം റിവ്യൂവിൽ അറിഞ്ഞിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാം. ഒരു 25,000 കിലോമീറ്റർ ലോങ് ടേം വീഡിയോ അതപ്പോൾ വൈകാതെ നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങൾക്കത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. അതൊക്കെ ഫീഡ്ബാക്കായിട്ട് എടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചെറിയ അല്ല എനിക്ക് വേണ്ട ഒരു വലിയ വീഡിയോ തന്നെ നമുക്ക് ഇട്ടേക്കാം. എന്നത്തെയും പോലെ നിങ്ങളുടെ സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലത്തെ ഒരു വീഡിയോ റെക്കോർഡിംഗ് സെഷനിലായിരുന്നു എൻ്റെ മൈക്ക് ആദ്യമായിട്ട് ഹെൽമെറ്റിൻ്റെ അകത്തുനിന്ന് തെറിച്ച് താഴെ പോയത്. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ ഈ മൈക്കിൻ്റെ ലൈഫ് സ്പാൻ തീരണമെന്ന് വിചാരിച്ചാണ്. ആശാൻ്റെ വീഡിയോയിൽ പറയുന്ന പോലത്തെ ഓപ്പൺ റോഡൊക്കെ നമുക്കും കിട്ടാറുണ്ട്. ബട്ട് ഇവിടുത്തെ ഓപ്പൺ റോഡ്സിലൊക്കെ മൊത്തം പാച്ച് വർക്കായിരിക്കും. ബാംഗ്ലൂരിലുള്ള ഓപ്പൺ റോഡ് പോലെ അല്ല ഇവിടുത്തെ ഓപ്പൺ റോഡ്സ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അറിയാനോ വല്ലതും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ആ പോയിൻറ്റ്സൊക്കെ എടുത്ത് നമുക്കൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫീഡ്ബാക്ക് മാത്രം പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കേണ്ടി വരും. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. Can you tell me the way to Ernakulam? Go this way, Yeah. that way. Bus stop. Yeah. Ernakulam bus. Okay.